സർ, കേരളത്തിന്റെ നട്ടെല്ലായ സഹകരണ മേഖലയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നടപടികളുടെ ഭാഗമായി കേരള ബാങ്കിനെ ബി ക്ലാസിൽ നിന്നും സി ക്ലാസ് പട്ടികയിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ടോ എങ്കിൽ ഇത് ബാങ്ക് പ്രവർത്തനത്തെ ഏത് തരത്തിലാണ് ബാധിക്കുന്നതെന്നും ഇത് പരിഹരിക്കുന്നതിന് എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചതെന്നും അറിയിക്കാം. ഇക്കാര്യത്തിൽ നബാർഡിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇടപെടൽ 95% പരിഹരിച്ച് നബാർഡ് അത് അംഗീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കുന്ന രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സാർ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്നതും ആധുനിക ബാങ്കിംഗ് സേവനങ്ങൾ കുറഞ്ഞ ചിലവിൽ ലഭ്യമാകുന്നതും എന്നാൽ സഹകരണ മൂല്യങ്ങളിൽ അധിഷ്ഠിതവുമായ ഒരു പ്രൊഫഷണൽ ബാങ്കായി കേരള ബാങ്കിനെ ഉയർത്തിക്കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നുണ്ടോ എങ്കിൽ ഇതിന് സ്വീകരിക്കുന്ന നടപടികൾ അറിയിക്കാം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന എല്ലാ ആധുനിക സംവിധാനങ്ങളും കേരള ബാങ്കിൽ നടപ്പാക്കി കഴിഞ്ഞു. അതാണ് മൊബൈൽ ബാങ്കിങ്, ഇന്റർനെറ്റ് ബാങ്കിങ്, RTGS, നെഫ്റ്റ്, IMUPS, ഗൂഗിൾ പേ ഇതെല്ലാം നടപ്പാക്കി കഴിഞ്ഞതിനോടൊപ്പം ബിസിനസ് രംഗത്തുണ്ടായ വൻ പുരോഗതി കേരളത്തിൽ ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ബാങ്കായി 50,200 കോടി രൂപ നമുക്ക് വായ്പ കൊടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന രൂപത്തിലേക്ക് എത്തി. ഇത് കേരളത്തിലെ 45 ബാങ്കുകളിൽ 5 ബാങ്കുകൾക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. അതിലൊന്ന് കേരള ബാങ്ക്.